കേരളത്തിൻ്റെ ദൃശ്യശ്രാവ്യ കലകൾ ഡീറ്റെയിൽഡ് ക്ലാസ്സാണ് എടുക്കുന്നത്. വെറുതെ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയല്ല. അതുകൊണ്ട് വെറുതെ കേൾക്കേണ്ട, ഇപ്പോൾ തന്നെ പഠിച്ച് നിങ്ങൾക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത് ദൃശ്യകലകൾ, ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ, ശില്പകല എന്നിവയാണ് പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫുൾ സ്ക്രീനിട്ട് ക്ലാസ് കാണുക. വെൽക്കം ടു സണ്ണി സീഡ്സ്. കേരളത്തിലെ ദൃശ്യശ്രാവ്യ കലകൾ. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് കേരളത്തിൻ്റെ കലാസാഹിത്യ രംഗത്തിൻ്റെ ചരിത്രവും. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ കലാസാഹിത്യ രംഗത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടമാണ് സംഘകാലഘട്ടം. കേരളത്തിലെ ശാസ്ത്രീയ കലകൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഉദയം കൊണ്ടിരിക്കുന്നതും വളർന്നിരിക്കുന്നതും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, ഉത്സവങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയുടെയൊക്കെ നിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കലാരൂപങ്ങളാണ് ഇതെല്ലാം. പ്രധാനപ്പെട്ട ശാസ്ത്രീയ കലകളെല്ലാം രൂപം കൊണ്ടിരിക്കുന്നതും അവയൊക്കെ വളർന്നിരിക്കുന്നതും ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ്. കലകളെ നമുക്ക് 3 തിരിക്കാം. 1 ദൃശ്യകലകൾ, 2 ശ്രാവ്യകലകൾ, 3 ദൃശ്യശ്രാവ്യ കലകൾ എന്നിങ്ങനെ കലകളെ 3 തിരിക്കാം. ദൃശ്യകലകൾ നമുക്ക് നോക്കാം. ദൃശ്യകലകൾ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം, ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ദൃശ്യകലകൾ. അതായത് കാഴ്ചയിലൂടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ് ദൃശ്യകലകൾ. ഏതൊക്കെയായിരിക്കും? പേര് സൂചിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിത്രകല, കരകൗശല വിദ്യ, ശില്പകല ഇവയെല്ലാം ദൃശ്യകലകളാണ്. ഒന്നുകൂടി പറയാം, ദൃശ്യകലകൾ എന്നാൽ ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ചിത്രകല, കരകൗശല വിദ്യ, ശില്പകല ഇതെല്ലാം ദൃശ്യകലകളിൽ പെടുന്നതാണ്. അതിൽ തന്നെ ചിത്രകല നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മ. ചിത്രകല പല രീതിയിലുണ്ട്. 1 ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖത്തെഴുത്ത്, മുഖാവരണങ്ങൾ ഇതെല്ലാം ചിത്രകലയുടെ പല രീതികളാണ്. ഒന്നുകൂടി പറയാം, ചിത്രകല പല രീതിയിലുണ്ട്. ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖത്തെഴുത്ത്, മുഖാവരണങ്ങൾ ഇതെല്ലാം ചിത്രകലയുടെ പല ഫോംസാണ്. ആദ്യം നമുക്ക് ഗുഹാചിത്രങ്ങൾ നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് ഗുഹാചിത്രമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാടാണ്. വയനാട് ഇടയ്ക്കൽ ഗുഹയിലാണ്. വയനാട് ഇടയ്ക്കൽ ഗുഹയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. വയനാടുള്ള ഇടയ്ക്കൽ ഗുഹയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കാണുന്നത്. ഇതാണ് ഗുഹാചിത്രങ്ങൾ. ഓക്കെ. നവീന ശിലായുഗത്തിലാണ് ഈ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അമ്പലവയൽ, വയനാട് ജില്ലയിലുള്ള അമ്പലവയൽ, പശ്ചിമഘട്ടത്തിലെ അമ്പുകുത്തിമല ഇവിടെയാണ് ഈ എടയ്ക്കൽ ഗുഹയുള്ളത്. ഈ എടയ്ക്കൽ ഗുഹയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്നത്. നവീന ശിലായുഗത്തിലാണ് ഈ എടയ്ക്കലിലെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടതായിട്ട് വിശ്വസിച്ചു പോരുന്നത്. എഫ് ഫോസറ്റ്, അതായത് ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസറാണ്, ഇവിടെ നോട്ടുണ്ട്, ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസറാണ് ലോകത്തെ ഈ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇലകൾ കൊണ്ട് രൂപം കൊടുത്ത പോലെയുള്ള മുടി അലങ്കാരങ്ങൾ, അതുപോലെ ആരക്കാലുള്ള ചക്രങ്ങൾ കൊണ്ടുള്ള വണ്ടി, കുതിര, കാള, ആന ഇതൊക്കെയാണ് ഈ എടയ്ക്കൽ ഗുഹയിൽ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ചിത്രങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡ് ഫോസറ്റ് ആണ്, നമ്മൾ പറഞ്ഞു അല്ലേ. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും പ്രാചീന ലിപിയുമൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ട മറ്റു സ്ഥലങ്ങൾ നമുക്ക് പഠിക്കാം. തിരുവനന്തപുരം പെരുങ്കടവിളയിലുള്ള പാണ്ഡവൻ പാറ, കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വനം ഇവിടൊക്കെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ട മറ്റു സ്ഥലങ്ങളാണ്. പ്രധാനപ്പെട്ട സ്ഥലം, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രം കാണപ്പെടുന്നത് എടയ്ക്കൽ ഗുഹയിലാണ്, മറക്കരുത്. അത് ലോകത്തിന് പരിചയപ്പെടുത്തി തന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ആരാണ്? ഫ്രെഡ് ഫോസറ്റ് ആണ്. എന്തൊക്കെയാണ് വരച്ചിരിക്കുന്നത് അവിടെ? ഇലകൾ കൊണ്ടുള്ള രൂപം, ആന, കുതിര, കാള, ആരക്കാലുള്ള ചക്രങ്ങൾ കൊണ്ടുള്ള വണ്ടി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ എടയ്ക്കൽ ഗുഹയിൽ വരച്ചിരിക്കുന്നത്. കല്ലിൽ കൊത്തിയ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും രൂപങ്ങളും ഉണ്ട്. നവീന ശിലായുഗത്തിലെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ട കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളാണ് നമ്മൾ പഠിച്ചത്. തിരുവനന്തപുരം പെരുങ്കടവിളയിലുള്ള പാണ്ഡവൻ പാറ, കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വനം. ക്ലിയർ അല്ലേ? തുടർന്ന് പഠിക്കാം ചുവർ ചിത്രകല. അടുത്തത് ചുവർ ചിത്രകല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാശ്ചാത്യ നാടുകളിലൊക്കെ മ്യൂറൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ് ചുവർ ചിത്രകല. മ്യൂറൽ എന്ന പേരിൽ നമ്മൾക്കും അറിയാം, ഇപ്പോൾ ഒരുപാട് പ്രചാരത്തിലുള്ളതാണ് ഇത്തരം ചിത്രങ്ങൾ അല്ലേ. പ്രധാനമായിട്ടും കൊട്ടാരങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും ഒക്കെ ചുവരുകളിലാണ് ഇത് കാണപ്പെട്ടിരുന്നത്. മനുഷ്യരുടെയും ദൈവങ്ങളുടെയും ഒക്കെ തന്നെ രൂപം തന്നെയാണ് വരച്ചിരുന്നത്. ആ രൂപങ്ങളൊക്കെ പ്രത്യേക രീതിയിലാണ്, സ്ഥൂലീകരിച്ചും ശൈലീകരിച്ചും ഒക്കെയുള്ള പ്രത്യേക ഒരു രീതിയിലാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ്സ്, ചുവർ ചിത്രകല നടത്തിയിരുന്നത്.
കേരളത്തിലെ ചുവർച്ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്ന 4 പ്രധാന ഘടകങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. പ്രാഥമിക പ്രതലം ഗ്രൗണ്ട്, ദ്വിതീയ പ്രതലം കാരിയർ, വർണ്ണവസ്തുക്കൾ പിഗ്മെൻറ്റ്സ്, യോജക മാധ്യമം ദാറ്റ് ഈസ് ബൈൻഡിങ് മീഡിയം. ഇങ്ങനെ 4 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നുകൂടി പറയാം. പ്രാഥമിക പ്രതലം ഗ്രൗണ്ട്, ദ്വിതീയ പ്രതലം കാരിയർ, വർണ്ണവസ്തുക്കൾ പിഗ്മെൻറ്റ്സ്, യോജക മാധ്യമം ദാറ്റ് ഈസ് ബൈൻഡിങ് മീഡിയം. ഇങ്ങനെ 4 പ്രധാന ഘടകങ്ങളുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന ചുവർച്ചിത്രം കാണപ്പെടുന്നത് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർച്ചിത്രമാണ്. ഏറ്റവും പഴക്കം ചെന്ന ചുവർച്ചിത്രം ഏതാണ്? തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർച്ചിത്രമാണ്. ഈ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർച്ചിത്രമാണ് ഏറ്റവും പഴക്കം ചെന്ന ചുവർച്ചിത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രം വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലാണ്. വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രം. ഇത് കളരിപ്പയറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ചുവർച്ചിത്രം. കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വരച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രമാണ് വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിൽ വരച്ചു വെച്ചിരിക്കുന്നത്. കളരിപ്പയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് വരച്ചിരിക്കുന്നത്. ഏകദേശം 13,000 ചതുരശ്ര അടിയുണ്ട് വിസ്തീർണം എന്ന് പറയുന്നത്. ഇത് വരച്ച പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് ഇദ്ദേഹം, സുരേഷ് മുതുകുളം. പ്രധാന കലാകാരനാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് മുതുകുളം. 2017 ഇത് ആരംഭിച്ചത്. 2017 ഈ ചിത്രരചന. വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതിൻ്റെ നേതൃത്വത്തിൽ 2017 ഇത് ആരംഭിച്ചത്. ഇത് നിലവിൽ വരുന്നതിന് മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർച്ചിത്രം എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രമായിരുന്നു. അത് കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഉണ്ടായിരുന്നത്. അത് 154 ചതുരശ്ര അടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലുള്ള കളരിപ്പയറ്റ് ചുവർച്ചിത്രത്തിന് 13,000 ചതുരശ്ര അടിയാണ് വിസ്തീർണം. എങ്കിൽ ഗജേന്ദ്രമോക്ഷത്തിനുണ്ടായിരുന്നത് 154 ചതുരശ്ര അടിയാണ്. അത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥ ഇതിവൃത്തമാക്കിയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർച്ചിത്രം ഇതിനു മുന്നേ വർക്കലയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഗജേന്ദ്രമോക്ഷമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥ ഇതിവൃത്തമാക്കിയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. 154 ചതുരശ്ര അടിയാണ് വിസ്തീർണം ഉണ്ടായിരുന്നത്. തുടർന്ന് പഠിക്കാം. പ്രധാനപ്പെട്ട മറ്റ് ചുവർച്ചിത്രങ്ങൾ നോക്കാം. ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ ചുവർച്ചിത്രം, മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ രാമായണ ചുവർച്ചിത്രം, വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചുവർച്ചിത്രം ഇതെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് ചുവർച്ചിത്രങ്ങളാണ്. കേരളത്തിലെ ചുവർച്ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥം രചിച്ചത് ശ്രീകുമാരനാണ്. ശ്രീകുമാരൻ എന്ന ആളാണ് കേരളത്തിലെ ചുവർച്ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന പുസ്തകം രചിച്ചത്. ഇദ്ദേഹം 16-ാം ശതകത്തിലെ ചെമ്പകശ്ശേരി ദേവനാരായണൻ്റെ സദസ്സിലെ അംഗമായിരുന്നു. 16-ാം ശതകത്തിലെ ചെമ്പകശ്ശേരി ദേവനാരായണൻ്റെ സദസ്സിലെ അംഗമായിരുന്ന ശ്രീകുമാരനാണ് ശില്പരത്നം എന്ന ഗ്രന്ഥം രചിച്ചത്. ആ ഗ്രന്ഥം എന്തിനെ പറ്റിയാണ്? കേരളത്തിലെ ചുവർച്ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ്. ആദ്യ ചുവർച്ചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ആദ്യ ചുവർച്ചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ഓക്കെ, അടുത്തത് നോക്കാം. കളമെഴുത്ത്. കളമെഴുത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ശാസ്ത്രീയ കലകളെല്ലാം ഒട്ടുമിക്കതും ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനവും ആചാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉദയം കൊണ്ടതും വളർന്നു വന്നതുമൊക്കെയാണ്. കളമെഴുത്ത് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് എവിടെയാണ്? ക്ഷേത്രത്തിലാണ് അല്ലേ? സർപ്പക്കാവിൽ, അയ്യപ്പൻ ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെയാണ് കളമെഴുത്ത് സാധാരണയായിട്ട് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇതാണ് കളമെഴുത്ത്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. കാവി, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ് ഇങ്ങനെയൊക്കെ 5 നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ചിട്ടാണ് ഏത് ആരാധനാമൂർത്തിയാണോ, ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ ഭദ്രകാളി ആയിരിക്കും, സർപ്പക്കാവുകളിൽ അതിനനുസരിച്ചുള്ളതായിരിക്കും, സർപ്പങ്ങളുടേതായിരിക്കും. അങ്ങനെ ആരാധനാമൂർത്തിയുടെ രൂപം നിലത്ത് വരച്ചുണ്ടാക്കുന്നതാണ് ഈ കളമെഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രം, സർപ്പക്കാവുകളിൽ, അയ്യപ്പൻ ക്ഷേത്രങ്ങളിലൊക്കെയാണ് കളമെഴുത്ത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഈ കളമെഴുതുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. കണിയാൻ, പുള്ളുവൻ, മലയൻ, വേലന്മാർ, മണ്ണാർ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ തന്നിട്ടുണ്ട് നോട്ടിൽ. കളമെഴുത്ത് വരയ്ക്കുന്ന പ്രധാന വിഭാഗങ്ങൾ കണിയാൻ, പുള്ളുവൻ, മലയൻ, വേലന്മാർ, മണ്ണാർ എന്നിവരാണ്. ക്ലിയർ ആണല്ലോ? കളമെഴുത്ത് അപ്പോൾ നമുക്കറിയാം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭദ്രകാളി, സർപ്പക്കാവ്, അയ്യപ്പൻ ക്ഷേത്രങ്ങളിലൊക്കെയാണ് കളമെഴുത്ത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇത്രയും പോയിന്റ്സ് കുറച്ചേ ഓർക്കാനുള്ളൂ.
കണിയാൻ, പുള്ളുവൻ, മലയൻ, വേലന്മാർ, മണ്ണാർ ഇവരൊക്കെയാണ് പ്രധാന വിഭാഗങ്ങൾ, കളമെഴുത്ത് നടത്തുന്ന പ്രധാന വിഭാഗങ്ങൾ. അടുത്തത് നോക്കാം, കോലമെഴുത്ത്. കോലമെഴുത്തും നമുക്കും വളരെ ഫെമിലിയറാണ്. അരിപ്പൊടി കൊണ്ട് വീട്ടുമുറ്റത്ത് അതിരാവിലെ കോലം വരയ്ക്കുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ സാധാരണമാണ്. കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ഒരു ചിത്രകലാ രീതിയാണ് കോലമെഴുത്ത്. അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ദേവതയെ വരവേൽക്കുക എന്നുള്ള സങ്കല്പത്തോടെയാണ് ഈ അതിരാവിലെ ചെയ്യുന്നത്. അരിപ്പൊടി കൊണ്ട് വീട്ടുമുറ്റത്ത് രാവിലെ കോലം വരയ്ക്കുന്നതാണ് കോലമെഴുത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അധികമൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് നോക്കാം, അടുത്തത് മുഖത്തെഴുത്ത്. മുഖത്തെഴുത്ത് എന്ന് പറയുമ്പോൾ അനുഷ്ഠാന കലകൾ നമ്മളെല്ലാം പറഞ്ഞു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അനുഷ്ഠാന കലകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? തെയ്യം, കഥകളി, തുള്ളൽ, മുടിയേറ്റ് ഇതൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് അതിനനുസരിച്ചുള്ള ചായമിടും അല്ലേ, അതാണ് മുഖത്തെഴുത്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നവരുടെ മുഖത്ത് ചായമിടുന്നതാണ് മുഖത്തെഴുത്ത്. കഥകളി, തുള്ളൽ, മുടിയേറ്റ്, തെയ്യം, കാളിയൂട്ട് ഇതൊക്കെയാണ് അനുഷ്ഠാന കലകൾ. ഈ അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നവരുടെ മുഖത്ത് ചായമിടുന്നതാണ് മുഖത്തെഴുത്ത്. പല രീതിയിൽ പരമ്പരാഗതമായിട്ട് പല രീതിയിലുണ്ട് മുഖത്തെഴുത്ത്. പുള്ളിട്ടെഴുത്ത്, ശങ്കിട്ടെഴുത്ത്, 5 പുള്ളിട്ടെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പരമ്പരാഗത ശൈലികളുണ്ട്. അപ്പം നമ്മൾ ഏത് ദേവതയാണോ അവതരിപ്പിക്കുന്നത്, ഇപ്പോൾ കഥകളിയിലെ ഏത് ദേവതയാണോ, കൃഷ്ണനെ ആണെങ്കിൽ കൃഷ്ണന് പ്രത്യേകമായിട്ടും മുഖത്തെഴുത്തായിരിക്കും ഉള്ളത്, ദുര്യോധനന് പ്രത്യേക മുഖത്തെഴുത്തായിരിക്കും ഉള്ളത്, അങ്ങനെ ഭീമനാണെങ്കിൽ പ്രത്യേക മുഖത്തെഴുത്തായിരിക്കും ഉള്ളത്. അങ്ങനെ ഏത് ദേവതാരൂപത്തിനെയാണോ ഭാവത്തിനെയാണോ അവതരിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മുഖത്തെഴുത്ത് നടത്തുന്നത്. അപ്പം മുഖത്തെഴുത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും ഓർത്താൽ മതി, അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നവരുടെ മുഖത്ത് ചായമിടുന്നതാണ് മുഖത്തെഴുത്ത് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, മുഖാവരണങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല. മുഖാവരണം എന്ന് പറയുമ്പോൾ പൊയ്മുഖങ്ങൾ ഉണ്ടാക്കത്തില്ലേ, ഈ കമുകിൻ്റെ പാളയിൽ നിറങ്ങളൊക്കെ ചേർത്ത് പൊയ്മുഖങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് മുഖാവരണം എന്ന് പറയുന്നത്. നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് പൊയ്മുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രം, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖത്തെഴുത്ത്, മുഖാവരണങ്ങൾ എല്ലാം പഠിച്ചു. ഇനി നമുക്ക് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി പരിചയപ്പെടാം. ആദ്യം നമ്മൾ സംസാരിച്ചത് രാജാ രവിവർമ്മയെ പറ്റിയാണ്. അദ്ദേഹത്തെ പറ്റി തന്നെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. രാജാ രവിവർമ്മ 1848 മുതൽ 1906 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടം. 1848 ഏപ്രിൽ 29 അദ്ദേഹം ജനിക്കുന്നത്. 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിനെ രാജാക്കന്മാരിലെ ചിത്രകാരന്മാരിലെ രാജാവ് ഈ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്നുകൂടി പറയാം, രാജാക്കന്മാരിലെ ചിത്രകാരന്മാരിലെ രാജാവ് ഈ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പം 3 വിശേഷണങ്ങളാണ്: രാജാക്കന്മാരിലെ ചിത്രകാരന്മാരിലെ രാജാവ്, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. ഇതൊക്കെ രാജാ രവിവർമ്മയുടെ വിശേഷണങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവനായ രാജരാജവർമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു. രാജാ രവിവർമ്മയുടെ ആദ്യ ഗുരു അദ്ദേഹത്തിൻ്റെ അമ്മാവനായ രാജരാജവർമ്മയായിരുന്നു. എണ്ണച്ചായം എന്ന മാധ്യമം ഉപയോഗിച്ചാണ് അദ്ദേഹം ചിത്രരചന നടത്തിയിരുന്നത്. അന്നത്തെ കാലത്ത് ഇന്ത്യൻ ചിത്രകാരന്മാർക്കിടയിൽ അത്ര പ്രചാരത്തിലില്ലായിരുന്ന ഒരു മാധ്യമമാണ് എണ്ണച്ചായം. അപ്പോൾ വിദേശികൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മികച്ച രീതിയിലാണ് അദ്ദേഹം ഈ എണ്ണച്ചായം ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സാധാരണ ആൾക്കാർക്ക് പോലും ലഭ്യമാക്കി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് എണ്ണച്ചായം എന്ന മാധ്യമമാണ്. 1873 മദ്രാസിലും വിയന്നയിലുമൊക്കെ നടന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ നായർ വനിത. ഈ താഴെ തന്നിരിക്കുന്ന ചിത്രം പ്രശസ്തമായ ചിത്രമാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഇത് കണ്ടിരിക്കും. മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം 1873 മദ്രാസ് അതുപോലെ വിയന്ന ഇവിടെയൊക്കെ നടന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം മികച്ചതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ, മലയാളി പെൺകുട്ടി എന്നുമുണ്ട്, മുല്ലപ്പൂ ചൂടിയ നായർ വനിതയെന്നും പറയുന്നുണ്ട്. അതുപോലെ 1893 ചിക്കാഗോയിൽ സർവ്വമത സമ്മേളനം നടന്നതായിട്ട് നമുക്കറിയാം. അതിനോടനുബന്ധിച്ച് ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നു. ആ സമയത്തും അവിടെ പ്രദർശനത്തിന് വേണ്ടി രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1893 ചിക്കാഗോയിൽ നടന്ന സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന ചിത്ര പ്രദർശനത്തിലും രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പ്രദർശിപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു.
1904 രാജാ രവിവർമ്മയ്ക്ക് കൈസർ ഇ ഹിന്ദ്, അത് അന്നത്തെ ഏറ്റവും വലിയ പദവിയാണ്. ഒരു കലാകാരന് ഈ പദവി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അന്നത്തെ ഏറ്റവും വലിയ പദവിയായിരുന്നു. കഴ്സൺ പ്രഭുവാണ് ഈ പദവി നൽകി അദ്ദേഹത്തിനെ ആദരിച്ചത്. 1904 രാജാ രവിവർമ്മയ്ക്ക് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകി കഴ്സൺ പ്രഭു അദ്ദേഹത്തിനെ ആദരിച്ചു. തുടർന്ന് പഠിക്കാം. അതേ പ്രശസ്തമായ ചിത്രങ്ങളാണ് നളദമയന്തി, ദർഭമുന കൊണ്ട ശകുന്തള, മലബാർ സുന്ദരി, അർജുനനും സുഭദ്രയും, ദമയന്തി ഹംസ സംവാദം, ജിപ്സികൾ, പാൽക്കുടമേന്തിയ തമിഴ് വനിത, ജഡായുവധം, ശന്തനുവും സത്യവതിയും, ശ്രീകൃഷ്ണ ജനനം എന്നാണ്, ശ്രീകൃഷ്ണ ജനനം, ശ്രീരാമ പട്ടാഭിഷേകം, കാദംബരി. ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. ഒന്നുകൂടി പറയാം, ഇതിൽ പറയാത്ത ഒരുപാടുണ്ട് കേട്ടോ. സേതുബന്ധനം, മൈസൂർ ഖേദ, രാധാമാധവം, അർജുനനും സുഭദ്രയും, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ, ഉദയപുരം കൊട്ടാരം, വിശ്വാമിത്രനും മേനകയും, സീതാഭൂപ്രവേശം, സീതാപഹരണം, വിദ്യാർത്ഥി, നർത്തകി, സ്നാനം കഴിഞ്ഞ സ്ത്രീ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രങ്ങളാണ്. ഈ ലിസ്റ്റിൽ നിന്നുള്ളത് നമുക്കൊന്നുകൂടി പറയാം. നളദമയന്തി, ദർഭമുന കൊണ്ട ശകുന്തള, മലബാർ സുന്ദരി, അർജുനനും സുഭദ്രയും, ദമയന്തി ഹംസ സംവാദം, ജിപ്സികൾ, പാൽക്കുടമേന്തിയ തമിഴ് വനിത, ജഡായുവധം, ശന്തനുവും സത്യവതിയും, ശ്രീകൃഷ്ണ ജനനം, ശ്രീരാമ പട്ടാഭിഷേകം, കാദംബരി, സീതാപഹരണം, ഭൂപ്രവേശം, ശ്രീരാമ പട്ടാഭിഷേകം, വിശ്വാമിത്രനും മേനകയും, നർത്തകി, വിദ്യാർത്ഥി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ, ഉദയപുരം കൊട്ടാരം, ശ്രീകൃഷ്ണനും യശോദയും, രാധാമാധവം, സേതുബന്ധനം, മൈസൂർ ഖേദ, സീതാ സ്വയംവരം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രങ്ങളാണ്. കാദംബരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാദംബരി എന്ന ചിത്രത്തിൻ്റെ രചനയ്ക്കിടയിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 1906 ഒക്ടോബർ 2 രാജാ രവിവർമ്മ അന്തരിക്കുന്നത്. കാദംബരി എന്ന ചിത്രത്തിൻ്റെ രചനയ്ക്കിടയിലാണ് 1906 ഒക്ടോബർ 2 അദ്ദേഹം അന്തരിക്കുന്നത്. ചിത്രകലാ രംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. 2001 മുതലാണ് ഈ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. രാജാ രവിവർമ്മ പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നത് 2001 ഈ പുരസ്കാരം ലഭിക്കുന്നത് KG സുബ്രഹ്മണ്യനാണ്. KG സുബ്രഹ്മണ്യനാണ് ആദ്യ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ്. ചിത്രകലാ രംഗത്തെ മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. 3 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഒക്കെ അടങ്ങുന്നതാണ് അവാർഡ്. ഈ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് 2001 ലഭിച്ചത് KG സുബ്രഹ്മണ്യനാണ്. രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരാണ്. രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരാണ്. അതുപോലെ മാവേലിക്കരയിൽ എന്താ ഉള്ളത്? രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കരയിലും രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരുമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് രാജാ രവിവർമ്മ എന്ന ചിത്രകാരനെ പറ്റി നമുക്ക് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും മിനിമം മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം. ഇനി അടുത്ത ചിത്രകാരനിലേക്ക് നമുക്ക് പോകാം. അബനീന്ദ്രനാഥ് ടാഗോർ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആരെങ്കിലും ആണോ എന്ന്. അതെ, കറക്റ്റാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സഹോദരി പുത്രനാണ് അബനീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം ചിത്രകാരൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1871 മുതൽ 1951 വരെയാണ്. അദ്ദേഹം ജനിക്കുന്നത് 1871 1871 ഓഗസ്റ്റ് 7 അദ്ദേഹം ജനിക്കുന്നത്. കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സഹോദരി പുത്രനാണ്. സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചതാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം എന്തായിരിക്കും? പാശ്ചാത്യ ചിത്രരചനാ രീതികൾക്കായിരുന്നു അന്ന് പ്രചാരം ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ഇന്ത്യയുടെ തനത് രചനാ രീതികൾക്ക് പ്രചാരം നൽകാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ചതാണ് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം. സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹം ആരംഭിച്ച സ്വദേശി ചിത്രകലാ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രമാണ്. ഇതാണ് ഭാരത് മാത എന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്.
അപ്പോൾ ഇത്രേ പഠിക്കാനുള്ളൂ. അബനീന്ദ്രനാഥ് ടാഗോർ 1871 അദ്ദേഹം ജനിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സഹോദരി പുത്രനാണ്. അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം, സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം. പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രം ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ, യാത്രയുടെ അവസാനം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. ക്ലിയർ? അടുത്തത് നോക്കാം. അമൃത ഷേർഗിൽ 1917 ജനിക്കുന്നത്. 1917 ജനുവരി 30 ജനിക്കുന്നത്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ജനിക്കുന്നത്. 1921 ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1917 ജനിക്കുന്നു, ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിക്കുന്നു. 1921 ഇന്ത്യയിലേക്ക് എത്തുന്നു. പ്രശസ്തമായ ചിത്രങ്ങളാണ് മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, സിഖ് ഗായകർ, ഹൽദി തയ്യാറാക്കുന്നവർ, യാചകർ, ഗ്രാമീണർ. ഇതൊക്കെ പ്രശസ്തമായ ചിത്രമാണ്. 1941 ഡിസംബർ 5 അന്തരിച്ചു. അമൃത ഷേർഗിൽ ഇന്ത്യയിലെത്തിയത് 1921. മദർ ഇന്ത്യ ഓർത്തു വയ്ക്കുക. മദർ ഇന്ത്യ, ഗ്രാമീണർ, സിഖ് ഗായകരൊക്കെ പ്രശസ്തമായ പെയിൻറ്റിങ്സ് ആണ്. 1941 അന്തരിച്ചു. തുടർന്ന് പഠിക്കാം. എം എഫ് ഹുസൈൻ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. 1915 സെപ്റ്റംബർ 17 അദ്ദേഹം ജനിക്കുന്നത്. ബോംബെയിലാണ് ജനിക്കുന്നത്. പന്താപൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1915 സെപ്റ്റംബർ 17. ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്. ജനനമൊക്കെ നമ്മൾ പറയുന്നത് കാലഘട്ടം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം. ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചത് അദ്ദേഹമാണ്. എം എഫ് ഹുസൈനാണ് ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? കുതിരകൾ, പാവങ്ങളുടെ അമ്മ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ നോക്കാം. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് ഗജഗാമിനി. നമുക്കറിയാം അദ്ദേഹം ഒരു മാധുരി ദീക്ഷിതിൻ്റെ ഫാനാണെന്ന് അല്ലേ. ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് എ പെയിൻറ്റർ. ഇതൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ. അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, രാജാ രവിവർമ്മ പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2011 ജൂൺ 9 അദ്ദേഹം അന്തരിച്ചു. ഇനി ടി കെ പത്മിനിയെ നമുക്ക് പരിചയപ്പെടാം. ടി കെ പത്മിനി കേരളത്തിലെ അമൃത ഷേർഗിൽ എന്നാണ് അറിയപ്പെടുന്നത്. അമൃത ഷേർഗിലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. ബുഡാപെസ്റ്റിൽ ജനിച്ച് 1921 ഇന്ത്യയിലെത്തി. വധുവിൻ്റെ ചമയം, ഗ്രാമീണർ, മദർ ഇന്ത്യ ഇതൊക്കെ വരച്ച പ്രശസ്തയായ ചിത്രകാരിയാണ് അമൃത ഷേർഗിൽ. അപ്പോൾ കേരളത്തിലെ അമൃത ഷേർഗിൽ എന്നറിയപ്പെട്ടത് ടി കെ പത്മിനിയാണ്. 1940 മെയ് 2 പൊന്നാനിയിൽ ജനിച്ചു. നീലനദി, ധ്യാനം, നിലാവ്, ഡിസയർ, ഡ്രീം ലാൻഡ്, ഡോൺ, വുമൺ, പട്ടം പറത്തുന്ന പെൺകുട്ടിയാണ് അവസാനമായിട്ട് വരച്ച ചിത്രം. ബാക്കി ചിത്രങ്ങളൊക്കെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. നീലനദി, ധ്യാനം, നിലാവ്, ഡിസയർ, ഡ്രീം ലാൻഡ്, ഡോൺ, വുമൺ എന്നൊക്കെ പറയുന്നത് പ്രശസ്തമായ ചിത്രങ്ങളാണ്. അധികം വയസ്സിൽ 29ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. 1969 മെയ് 11 അന്തരിച്ചു. അപ്പോൾ ടി കെ പത്മിനി അറിയപ്പെടുന്നത് കേരളത്തിലെ അമൃത ഷേർഗിൽ എന്നാണ്. പട്ടം പറത്തുന്ന പെൺകുട്ടിയാണ് അവസാനമായിട്ട് വരച്ച ചിത്രം. തുടർന്ന് പഠിക്കാം. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പേര് കെ എം വാസുദേവൻ നമ്പൂതിരി എന്നാണ്. കരുവാറ്റുമനയിൽ വാസുദേവൻ നമ്പൂതിരി എന്നാണ്. കെ എം വാസുദേവൻ നമ്പൂതിരി എന്നാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പേര്. 1925 മുതൽ 2023 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. KCS പണിക്കറായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു. ചിത്രരചന അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖല. ഇല്ലസ്ട്രേഷൻ എന്ന് പറയും, രേഖാചിത്രം വരയ്ക്കുക, ഇല്ലസ്ട്രേഷൻസ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖല. 2003 അദ്ദേഹത്തിന് രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചു. 2001 ആദ്യമായിട്ട് രാജാ രവിവർമ്മ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. 2001 അത് റിസീവ് ചെയ്ത ആളുടെ പേര് നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, തുടർന്ന് പഠിക്കാം. കുട്ടികളുടെ രാമായണം, ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ രാമായണം എന്ന ബുക്കിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളൊക്കെ വരച്ചത് ഇദ്ദേഹമാണ്, ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. അതിന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് ലഭിച്ചിരുന്നു അദ്ദേഹത്തിന് 2004. കുട്ടികളുടെ രാമായണം എന്ന കൃതിയിൽ അദ്ദേഹം വരച്ച ചിത്രങ്ങൾക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് 2004 ലഭിച്ചു. പ്രശസ്തനായ സംവിധായകൻ ജി അരവിന്ദൻ. അദ്ദേഹം സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന ചിത്രത്തിൽ അദ്ദേഹമായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിരുന്നു കലാസംവിധാനം ചെയ്തത്. അതിന് 1974 മികച്ച കലാസംവിധായകനുള്ള അവാർഡും
ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ലഭിച്ചു. അപ്പോൾ നമ്മൾ 2 കാര്യം പറഞ്ഞു. കുട്ടികളുടെ രാമായണം എന്ന കൃതിയിൽ അദ്ദേഹം വരച്ച ചിത്രങ്ങൾക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് 2004 ലഭിച്ചു. 2003 അദ്ദേഹത്തിന് രാജാ രവിവർമ്മ പുരസ്കാരം ലഭിക്കുന്നു. 1974 ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന മലയാള ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് മികച്ച കലാസംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. കാഞ്ചന സീത എന്ന സിനിമയ്ക്കും അദ്ദേഹമാണ് കലാസംവിധാനം ചെയ്തത്. പിന്നീട് MT വാസുദേവൻ നായരുടെ നോവൽ നമുക്കറിയാം, 2-ാം ഊഴം. അതിലെ രേഖാചിത്രങ്ങൾ വരച്ചതും ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. 2003 ജൂലൈ 7 അദ്ദേഹം അന്തരിച്ചു. 2003 അദ്ദേഹം അന്തരിച്ചു. നമ്മളിപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു KCS പണിക്കരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ KCS പണിക്കറിനെ കുറിച്ച് പഠിച്ചില്ല. നമുക്ക് അടുത്തത് KCS പണിക്കറിനെ കുറിച്ച് പഠിക്കാം. KCS പണിക്കർ കോലഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കോലഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ. അദ്ദേഹം 1911 കോയമ്പത്തൂരിലാണ് ജനിക്കുന്നത്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകൻ. നിങ്ങൾ നോട്ട്സ് ഇത് നോക്കി എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ 6:2 എന്ന് എഴുതാം. അതായത് റീഡ് ആൻഡ് റിവൈസ് എന്നാണ്. 6 സ്ക്വയർ എന്ന് എഴുതിയാൽ റീഡ് ആൻഡ് റിവൈസ് എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിൻ്റെ അവിടെ ഒരു സ്റ്റാറും 6 സ്ക്വയറും ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് പിന്നെ നോട്ട്സ് എടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എവിടെയാണെന്നൊക്കെ കിട്ടും. അപ്പോൾ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ്? KCS പണിക്കർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകൻ, പാപിനി, ലുംബിനി, ലുംബിനി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകൻ, പാപിനി, ലുംബിനി, അതുപോലെ ക്രിസ്തുവും ലാസറും, ഡോഗ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. ചോളമണ്ഡലം കലാഗ്രാമം തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അത് സ്ഥാപിച്ചത് KCS പണിക്കരാണ്. ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ചത് KCS പണിക്കരാണ്. ഓക്കെ. KCS പണിക്കറിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു MV ദേവൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ദേവസ്പന്ദനം എന്ന രചനാ സമാഹാരം ഈ MV ദേവൻ്റെയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ കൊല്ലം നെഹ്റു പാർക്കിലെ അമ്മയും കുഞ്ഞും എന്നൊരു ശില്പമുണ്ട്. അത് MV ദേവൻ്റെയാണ്. കാനായി കുഞ്ഞിരാമൻ, പയ്യാമ്പലം കണ്ണൂരിലെ അമ്മയും കുഞ്ഞും കാനായി കുഞ്ഞിരാമൻ്റെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞുമുണ്ട്. ആ ശില്പം ആര്യനാട് രാജേന്ദ്രൻ്റെയാണ്. ഓക്കെ, കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. MV ദേവൻ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനാണ്. ആരുടെ? KCS പണിക്കരുടെ. അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോഴാണ് നമ്മൾ ഈ MV ദേവനിലെത്തിയത്. അപ്പോൾ MV ദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ശിഷ്യനാണ്. കൊല്ലം നെഹ്റു പാർക്കിലെ അമ്മയും കുഞ്ഞും എന്ന ശില്പം ശ്രീ MV ദേവൻ്റെയാണ്. കണ്ണൂരിലെ പയ്യാമ്പലത്തുള്ള അമ്മയും കുഞ്ഞും കാനായി കുഞ്ഞിരാമൻ്റെയാണ്. ആര്യനാട് രാജേന്ദ്രൻ്റെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും എന്ന ശില്പം. TK പത്മിനി നമ്മൾ പഠിച്ചു. ആരാണ്? കേരളത്തിലെ അമൃത ഷേർഗിൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. TK പത്മിനി അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്നു. KCS പണിക്കരുടെ ശിഷ്യയായിരുന്നു. MV ദേവൻ, നമ്പൂതിരി, CN കരുണാകരൻ, TK പത്മിനി ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരായിരുന്നു. അപ്പോൾ അദ്ദേഹം ആര്? കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് KCS പണിക്കർ. നമുക്ക് CN കരുണാകരൻ പഠിക്കാം. 1940 മുതൽ 2013 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. 1940 ഗുരുവായൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം കേരള ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്നു. ചിത്രകൂടം എന്നുള്ളൊരു സ്വകാര്യ ആർട്ട് ഗാലറി അദ്ദേഹമാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയാണ് ചിത്രകൂടം. അത് സ്ഥാപിച്ചത് CN കരുണാകരനാണ്. അദ്ദേഹം ഗുരുവായൂരിലാണ് ജനിച്ചത്. ട്രൈബൽ വിച്ചസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ചിത്രമാണ്. ട്രൈബൽ വിച്ചസ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ്. ട്രൈബൽ വിച്ചസ് 2013 ഡിസംബർ 14 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. CN കരുണാകരൻ സ്മാരക പുരസ്കാരം. അത് ആദ്യമായിട്ട് ലഭിച്ചത് അശാന്തൻ. ഓക്കെ, KCS പണിക്കർ നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ പറ്റി പഠിക്കാം. കേശവ ശങ്കരപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്നാണ്. അദ്ദേഹമാണ് ശരിക്കും രാഷ്ട്രീയ കാർട്ടൂണിൻ്റെ പിതാവ്. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേശവ ശങ്കരപിള്ള എന്ന കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. ശങ്കേഴ്സ് വീക്കിലിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിലാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം ഫേമസ് ആയത്. ഹിന്ദുസ്ഥാൻ ടൈംസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം
അദ്ദേഹം സ്വന്തമായിട്ട് ആരംഭിച്ച സ്ഥാപനമാണ് ശങ്കേഴ്സ് വീക്ക്ലി. അത് 1948 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നെഹ്റുവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. ചിൽഡ്രൻസ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം 1965 അദ്ദേഹം സ്ഥാപിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി ഉണ്ട്. സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്, കൃഷ്ണപുരത്താണ്. അദ്ദേഹം കായംകുളംകാരനാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചു. 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചു. കേശവ ശങ്കരപ്പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. കാർട്ടൂണിസ്റ്റ് ശങ്കർ. ഓക്കെ ആണല്ലോ. മലയാളത്തിലെ ആദ്യ കാർട്ടൂൺ വിദൂഷകൻ മാസികയിൽ അച്ചടിച്ചു വന്ന ക്ഷേമദേവതയാണ്. അതിൻ്റെ ചിത്രകാരൻ ആരാണെന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ശില്പകലയെപ്പറ്റി കുറച്ച് നമുക്ക് പഠിക്കാം. ചെറിയ പോയിൻറ്റ്സേ ഉള്ളൂ, അതിന് നോട്ടില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് അതുകൂടി പറഞ്ഞ് തീർക്കാം. ശില്പകല എന്ന് പറയുന്നത് കളിമണ്ണ്, തടി, കല്ല് ഇതിലൊക്കെ വാർത്തെടുക്കുക അല്ലെങ്കിൽ കൊത്തിയെടുക്കുക, ഇങ്ങനെയൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് ശില്പകല. ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ പേര് നമുക്കറിയാം, കാനായി കുഞ്ഞിരാമൻ. നമ്മൾ കുറച്ച് മുമ്പേ ശില്പങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയും കുഞ്ഞും എന്ന ശില്പം അദ്ദേഹത്തിൻ്റെയാണെന്ന് പറഞ്ഞു. കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹം ജനിക്കുന്നത് 1937 അദ്ദേഹം ജനിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണ് ഒന്ന് യക്ഷി. അത് മലമ്പുഴ ഡാമിലാണ് യക്ഷിയുള്ളത്. അതുപോലെ യക്ഷി മലമ്പുഴ ഡാമിലാണ്. അതുപോലെ ശംഖ് വേളി കടപ്പുറത്തുള്ളതാണ് ശംഖ്. അതുപോലെ സാഗരകന്യക അല്ലെങ്കിൽ ജലകന്യക എന്നറിയപ്പെടും, അതും അദ്ദേഹത്തിൻ്റേതാണ്. അത് ശംഖുമുഖം കടപ്പുറത്ത്. അതുപോലെ അമ്മയും കുഞ്ഞും പയ്യാമ്പലം ബീച്ചിലാണ് അമ്മയും കുഞ്ഞും. നമ്മൾ പറഞ്ഞു അമ്മയും കുഞ്ഞും, പയ്യാമ്പലം കണ്ണൂരുള്ള അമ്മയും കുഞ്ഞും. അദ്ദേഹത്തിന് കുറച്ച് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2005 അദ്ദേഹത്തിന് രാജാ രവിവർമ്മ പുരസ്കാരം ലഭിക്കുന്നു. 2006 തിക്കുറിശി അവാർഡ് ലഭിക്കുന്നു. 2018 MS നഞ്ചുണ്ടറാവു ദേശീയ അവാർഡ്. ഈ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ശില്പങ്ങൾ ഏതൊക്കെയാണ്? യക്ഷി മലമ്പുഴ ഡാമിൽ, ജലകന്യക ശംഖുമുഖത്ത്, അമ്മയും കുഞ്ഞും പയ്യാമ്പലം, അതുപോലെ തന്നെ വേളി കടപ്പുറത്ത് ശംഖ്. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പങ്ങൾ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കി പോവുക. ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിൻ്റെ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ നോട്ട്സൊക്കെ പഠിച്ച് കൃത്യമായിട്ട് കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചിനിയും സമയമില്ല നിങ്ങൾക്ക് തീർക്കാൻ. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കി നോട്ട്സ് എഴുതി ഇപ്പം തന്നെ പഠിച്ച്. ഇപ്പോൾ ഈ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു, നോട്ട്സ് എഴുതുക, അത് റിവൈസ് ചെയ്യുക. അതിനുശേഷം നാളെ അടുത്ത ദിവസം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടി നോട്ട്സ് റിവൈസ് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.